ബോബിയുടെ ആരാധകരുടെ എണ്ണം വർദ്ധിക്കുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. കാരണം മാതൃകാപരമായിട്ടുള്ളൊരു മറുപടിയാണ് ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നൽകുന്നത്. കോടതിയോട് ആരെങ്കിലും കളിക്കുമോ, ഇനി വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിച്ചോളാം എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം വലിയ കയ്യടികൾക്ക് മാസ് എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദുരഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും പല ആളുകളെ കൊണ്ടും ദുരഭിമാനം, നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തെറ്റാണെന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെ തിരുത്താനോ ഒന്നും മനുഷ്യൻ തയ്യാറാവാറില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുക. അത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും അയാൾ അതിനെ, ഇപ്പം ചില രാഷ്ട്രീയക്കാരെ പോലെയാണ്, ഞങ്ങൾ നിയമസഭ തള്ളി പൊളിച്ചിട്ടില്ല എന്ന് തന്നെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് പറയാനുള്ള ധൈര്യം ചില ആളുകൾക്കൊക്കെ ഉള്ളതുപോലെയാണ് മനുഷ്യന്മാരുടെ മനസ്സും എന്ന് പറയുന്നത്. പക്ഷേ ബോബിയെ കണ്ട് പഠിക്കണം എന്നാണ് ഞാൻ പറയുക. കാര്യം അദ്ദേഹം ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു തരത്തിലും കോടതിയെ ഈ എതിർക്കാൻ ശ്രമിച്ചിട്ടില്ല, അങ്ങനെ എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല, ഇനി അങ്ങനെ ചെയ്യുകയുമില്ല. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് മനസ്സിലായി, ഒരാളെപ്പറ്റി സംസാരിക്കുമ്പോൾ തമാശ പറയരുത് എന്ന് എനിക്ക് മനസ്സിലായി, ദ്വയാർത്ഥങ്ങൾ ഉണ്ടാവരുത് എന്ന് മനസ്സിലായി. എന്തുമാത്രമല്ല, ഇനി ഭാവിയിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നും അടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ തകർക്കും ഈ വിവാദം എന്നൊക്കെ നേരത്തെ ഒരു പറച്ചിലുകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഒരു കാരണവശാലും ഏതൊരു വ്യവസായിയുടെയും ബിസിനസ്സിനെയൊന്നും, ഇപ്പം ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ ഒരാൾ പോകുമ്പോൾ ഇതിൻ്റെ മുതലാളി എന്ത് കാരണമാണ്, എങ്ങനത്തവനാണെന്ന് നോക്കിയിട്ടാണോ നമ്മൾ സ്വർണം വാങ്ങാൻ പോവുക? അങ്ങനെയൊന്നുമല്ല. ഒരു ഇമേജ് ഡിവ് സംഭവിച്ചിട്ടുണ്ടാവില്ലേ? ബോബിക്കൊരു ഇമേജ് ഡിവ് സംഭവിച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബോബി ചെമ്മണ്ണൂർ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വാചക കസർത്തല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് മുൻപേ ഇടിയേണ്ടതായിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന ഓരോ ഇൻ്റർവ്യൂകളിലും ലക്ഷക്കണക്കിന് ആളുകൾ ചെന്ന് കയറുന്നത് എന്തിനാണ്? ഇദ്ദേഹം പറയുന്ന ഈ കൗണ്ടറുകളോ ദ്വയാർത്ഥമോ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സമൂഹം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പ്രോത്സാഹിപ്പിച്ചത്, അല്ലാതെ മറ്റാരുമല്ല. ഈ പറയുന്ന സമൂഹം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പ്രോത്സാഹിപ്പിച്ചതെന്ന് ഞാൻ പറയും. ഇവർ ചെന്ന് കയറി, ഇതേ സമൂഹം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കഴിഞ്ഞ ഈ വിവാദം ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആർക്കാണ് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയത്? അത് ബോബിക്കാണ് കൂടുതൽ പിന്തുണ കിട്ടിയതെന്നായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ബോബി ചെയ്ത ശരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി പോസ്റ്റുകളും നിരവധി അനുയായികളൊക്കെ കമൻറ്റുകളിലും അല്ലാതെയൊക്കെ അഭിപ്രായം തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാതെ ബോബി ചെയ്ത ശരികളെക്കുറിച്ചും ബോബിയെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചതിൻ്റെ അദ്ദേഹത്തെ കുടുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി പരാമർശങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ ഹണി റോസിനുമായിട്ട് നിരവധി കാലത്തെ ഒരു പരിചയമുണ്ടായിരുന്നു ബോബിക്ക്. ജൂണിൽ സംഭവിച്ച ഒരു കാര്യത്തെ എന്തിനിപ്പോൾ കുത്തിപ്പിടിച്ചുകൊണ്ട് ഹണി റോസ് രംഗത്ത് വരുന്നു എന്നൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അനുകൂലിച്ചുകൊണ്ട് ആളുകൾ ചോദിച്ചിരുന്ന വാദം എന്ന് പറയുന്നത്. അല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് അങ്ങനെ സംഭവിച്ചു. ആ വേദിയിൽ വെച്ച് ഹണി റോസിനെ അങ്ങനെ വിളിക്കുകയും അപ്പോൾ അവരത് എന്ത് ചെയ്തു, അത് അഭിമാനത്തോടുകൂടി തൊഴുത് വണങ്ങി സ്വീകരിക്കുന്നൊക്കെ നമ്മൾ കണ്ടു. അതൊരു പക്ഷേ ജ്വല്ലറി ഉദ്ഘാടനത്തിന്. പക്ഷേ അത് ഒരു പക്ഷേ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി വിളിച്ച ഒരാളാണ്. അവർക്ക് അങ്ങനെ ആ സമയത്ത് പ്രതികരിക്കാൻ കഴിയുമായിരുന്നിരിക്കാം, നമ്മളത് മനസ്സിലാക്കേണ്ടത്. പക്ഷെ പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്നും പല ഇൻ്റർവ്യൂകളിലൊക്കെ ഇത്തരം ചില വാക്കുകൾ അല്ലെങ്കിൽ ദ്വയാർത്ഥങ്ങൾ ഇദ്ദേഹം ഇവരെക്കുറിച്ച് ആണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഉന്നയിച്ചത് കൊണ്ടാണ് അതിൻ്റെ പുറകെ മറ്റുള്ള പലരും ഈ സൈബർ ആക്രമണം തുടർന്നപ്പോഴാണ് ഹണി റോസ് പരാതി കൊടുത്തത്. ആദ്യം ഹണി റോസ് പരാതി കൊടുത്തത് ബോബി ചെമ്മണ്ണൂരിനെതിരെ അല്ല, വേറെ 10-35 പേർക്കെതിരെയാണ് പരാതി കൊടുത്തത്. ഇതിൽ പല ആളുകളെയും പിടിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇനി കുറച്ച് ആളുകളെ മാത്രമേ അറസ്റ്റ് ചെയ്യാനുള്ളൂ. നടപടികളുമായി ബന്ധപ്പെട്ട് അവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാമ്യമില്ലാത്ത വകുപ്പ് പലർക്കെതിരെയും ചുമത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ബോബിക്ക് ഇപ്പം സമൂഹത്തിൽ നിന്ന് ഒരുപാട് പിന്തുണ കിട്ടിയെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ഈ സമൂഹം പോയി കൂടെ കിടക്കുമോ? സമൂഹം പോയി കൂടെ കിടക്കത്തില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇന്ന് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ച്, അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് ഇന്നലെ ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുത്തതിന് ശേഷം അദ്ദേഹം ജയിലിൽ വെച്ച് നടത്തിയത് അദ്ദേഹം നടത്തിയതാണോ ഇനി അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് വിദഗ്ധർ നടത്തിയതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇന്നലെ ജാമ്യത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ ജയിലിൽ സാങ്കേതികമായി പുറത്തിറങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നാളെ മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ കോടതി പറഞ്ഞത്, ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ വേറെ കോടതികളുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറഞ്ഞത്. ഇന്നലെ ബോബി ഫാൻസ് എന്ന് പറയുന്ന കുറേ അധികം ആളുകൾ അവിടെ വന്നിട്ട്
ഈ പരാതിക്കാരിക്ക് നേരെ കുറേ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഇവർക്ക് എന്താണ് ഭരണഘടനാപരമായ അവകാശം എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. വേണമെങ്കിൽ അവർക്കെതിരെ പോലും നടപടിയെടുക്കാവുന്ന തരത്തിലേക്കാണ് ഇന്നലെ പല ബോബി ഫാൻസിൻ്റെയും പ്രതികരണങ്ങൾ, ചില സ്ത്രീകളുടെ പ്രതികരണങ്ങൾ, ചില ആളുകളുടെ പ്രതികരണങ്ങൾ ഇതൊക്കെ വന്നത്. അതെന്താ പ്രശ്നം? എന്താണ് ഒരു മറ്റൊരു മനുഷ്യൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ പറ്റി പറയാൻ ആർക്കാണ് ഇവിടെ അവകാശം? ഇതൊരു വലിയ ചോദ്യമാണ്. സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ ഏതിന് വിമർശിക്കുന്നതിന് എന്താണ് വിമർശനം? എവിടം വരെ വിമർശനമാകാം? ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാവുന്നതിൽ തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ നിങ്ങളുടെ ഒരു വസ്ത്ര ധാരണ രീതി എന്റെ കണ്ണുകൾക്ക് പിടിക്കുന്നില്ല, എന്റെ കണ്ണുകൾക്ക് പിടിക്കുന്നില്ല, അത് വളരെ മാന്യമായിട്ട് നിങ്ങളുടെ വസ്ത്രത്തിൽ ഇന്ന കുഴപ്പമുണ്ട് എന്ന് ഞാൻ വിമർശിക്കുകയാണെങ്കിൽ അതിൽ എവിടെയാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള തെറ്റ്? അല്ല, ഒന്ന് എന്റെ വസ്ത്രം എന്തിടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ചോളൂ. അതെ, നിങ്ങളുടെ അടുത്ത് ഞാനത് മാറ്റണമെന്ന് അറിയുന്നില്ല, പക്ഷെ എനിക്ക് പിടിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തിനു പിടിക്കണോ? അത് നിങ്ങൾക്ക് നിങ്ങൾ പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങൾക്ക് എന്താണ് അവിടെ അധികാരം? ഞാൻ കാണുന്നുണ്ട്. അത് കാണുന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യവും പറയുന്നുണ്ട്. നിങ്ങൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. നെഞ്ചിൽ കൈവച്ചിട്ട് നമ്മളൊരു കാര്യം ചോദിക്കണം. അതായത് നമ്മൾ നല്ലൊരു വസ്ത്രം ഇടുന്നു, ഇത് നല്ല വസ്ത്രമാണോ? ഒന്ന് ഇസ്തിരിയൊക്കെ ഇട്ട് വൃത്തിയായിട്ടിടണം. ഇത് മറ്റുള്ളവർ കാണുന്നുള്ള ബോധ്യത്തിൽ തന്നെയാണല്ലോ ഇസ്തിരി ഇടുന്നത്, വസ്ത്രം അല്ലെങ്കിൽ അലക്കി ഇടുന്നത്, അല്ലെങ്കിൽ നല്ല പുതിയ വസ്ത്രം ഇടുന്നത് എന്തിനാ? അല്ല, പുതിയ വസ്ത്രം ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാനൊരു കീറിയ വസ്ത്രം ഇട്ട് പോകുന്നു. എന്നെ കീറിയ വസ്ത്രം ഇട്ട് പോകുന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് എന്നെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനോ അതിൻ്റെ പുറത്ത് സോഷ്യൽ മീഡിയ ബുള്ളിങ് നടത്താനോ ഒന്നും അവകാശമില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ അത്രമാത്രമാണ്. അതായത് ഇപ്പം ഞാൻ എന്ത് വസ്ത്രം ഇടുന്നു, എന്ത് വസ്ത്രം ഇപ്പം ഞാനിപ്പോൾ വസ്ത്രം ഇട്ട് പോവുകയാണ്. ഗൗതം പറയുന്നു എനിക്ക് ഈ വസ്ത്രം ഇഷ്ടപ്പെട്ടില്ല, വസ്ത്രം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു. ഞാൻ ഗൗതമിനോട് തിരിച്ചു പറയുന്നു, ഞാനിട്ട വസ്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൗകര്യം പോലെ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൗതം അത് കേട്ട് പോകേണ്ടി വരും. തിരിച്ച് ഗൗതം ഒരു വസ്ത്രം ഇട്ടത് ശരിയാണ്, അപ്പോൾ ഗൗതം എൻ്റെ ഷർട്ട് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഓക്കെ, ഞാൻ എൻ്റെ ഷർട്ട് ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് വേറൊരു കാര്യമില്ല. ഇത് ഞാനും പാർത്തനുമല്ല, ഹണി റോസിനെ പോലെ പൊതുമധ്യത്തിൽ വലിയ സ്വീകാര്യത നേടുന്ന നടിമാർ അല്ലെങ്കിൽ അത്തരം ആളുകൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇടുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിമർശനം വരുന്നത്. അത് ശരിയാണ്. പക്ഷെ കോടതി ഇന്നലെയും പറഞ്ഞത്, കോടതി ഇന്നും പറഞ്ഞത് നിങ്ങൾക്കതിൽ അർഹതയോ അധികാരമോ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലെ പരമോന്നത കോടതികളും ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒക്കെ പറയുന്നത് ഭരണഘടനയ്ക്കകത്ത് നിന്ന് അവർ നിർവചിച്ചുകൊണ്ട് പറയുന്ന കാര്യത്തെ എതിർക്കാൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് അധികാരമില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ഭരണഘടനയ്ക്ക് അടിയിൽ ജീവിക്കുന്ന, ഭരണഘടനയോട് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട നീതികൂടം ഒന്നാമത്തത് ഈ നിയമങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? ഈ പറയുന്ന നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ സമൂഹം വോട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന നിയമങ്ങളൊക്കെ സൃഷ്ടിച്ചത്. ആ നിയമത്തിൻ്റെ പുറത്ത് ഉണ്ടായി വരുന്ന കാര്യങ്ങളെ നമുക്ക് പിന്നീട് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുമാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ കാര്യമുള്ളൂ. ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ജയിലിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആരാധകർ നടത്തിയ ഷോ വർക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിനയായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ വീണ്ടും ആ കോടതിയിലേക്ക് പോകേണ്ടി വന്നു. നിർത്തി കോടതി പൊരിക്കുന്ന ഒരവസ്ഥ കണ്ടു. എന്നിട്ട് നിർവ്യാജം മാപ്പ് വീണ്ടും ബോബിക്ക് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യം വീണ്ടും റദ്ദാകുമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യം കോടതി റദ്ദാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഒരുപക്ഷെ ജാമ്യം കിട്ടാത്ത അവസ്ഥയുണ്ടാകുമായിരുന്നു. കാരണം കോടതിയുടെ പ്രത്യേക അവകാശം എടുത്തുകൊണ്ട് വിധിന്യായത്തിൽ കൃത്യമായി കോടതിയുടെ വിയോജിപ്പ് എഴുതി ചേർത്തുകൊണ്ടായിരിക്കും ആ വിധി എഴുതുക. അല്ല, കോടതി വിധി എഴുതാൻ പോകുന്നത് വീണ്ടും ഈ ജാമ്യം ക്യാൻസൽ ചെയ്താൽ അതെന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു എന്നതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗം എഴുതി വെക്കും. ഇതിൽ എൻ്റെ ഒരു സംശയം ചോദിക്കാം. കോടതി കഴിഞ്ഞ ദിവസം കൃത്യമായിട്ടും, അതായത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു തരത്തിലുമുള്ള വിമർശനവും പൊതുരംഗത്തുള്ളവർക്കെതിരെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വസ്ത്ര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ശരീരം, രണ്ട് കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ശാരീരികപരമായിട്ടുള്ള അവസ്ഥകളെ ഒരു തരത്തിലും പരിഹസിക്കാൻ പാടില്ല. ശാരീരികമായ കാര്യങ്ങളെ പരിഹസിക്കാൻ പാടില്ല. മറ്റ് വസ്ത്രം എന്ന് പറയുന്ന ഒരു സംഭവങ്ങളെ ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞത് വസ്ത്രം നീളക്കുറവുണ്ട്, വണ്ണക്കുറവുണ്ട്, കൂടുതലുണ്ട്, ഇത്തരത്തിലുള്ള യാതൊരു പ്രസ്താവനകളും ബോബി നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ്
ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ബോബി വിധി ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് കൂടുതലും നടത്തിയത്, ആരോഗ്യപരമായിട്ടുള്ള ഒരു വിമർശനങ്ങളല്ല. അല്ല, ആരോഗ്യപരമായ വിമർശനമാണെങ്കിലും ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കയറിക്കൊണ്ട് നമുക്ക് വിമർശനങ്ങൾ നടത്താൻ അധികാരമില്ല. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും നമ്മുടെ സ്വാതന്ത്ര്യവും ഒക്കെ മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് അവസാനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, എനിക്ക് വ്യക്തിപരമായി ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ ഈ പറയുന്ന കാര്യത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? കാരണം ഇതിൽ ഒന്നുകിൽ ഞാനതാണ് പറഞ്ഞത്, ഒന്നുകിൽ ഇത് നിയമം മാറ്റേണ്ടി വരും. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരും ഒക്കെ കൂടിയാലോചിച്ചുകൊണ്ട് എവിടത്തം വരെ വിമർശിക്കാം, എങ്ങനെയൊക്കെ വിമർശിക്കാം, ഏത് വസ്ത്രം ഇടാം, ഒരു ഡ്രസ് കോഡ് ഉണ്ടോ, സമൂഹത്തിന് ഡ്രസ് കോഡ് ഉണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എവിടത്തം വരെ ഡ്രസ്സ് ഇടാം, ഇതൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് നിയമത്തിൽ എഴുതി ചേർക്കേണ്ടി വരും. അപ്പോൾ മാത്രമാണ് കോടതികൾക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റും. അല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന കോടതികളുടെ വിധിന്യായത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തായാലും ഭരണഘടനയ്ക്കനുസൃതമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം, വളരെ കൃത്യമായിട്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടട്ടെ. സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അത് തന്നെയാണ്. തീർച്ചയായും.